ഹേ ഗായ്സ്, എന്തൊക്കെയുണ്ട് ശേഷം സുഖമാണ് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ബ്ലോഗിലേക്ക് ഏവർക്ക് സ്വാഗതം. അങ്ങനെ ജനുവരിയിൽ നമ്മൾ പോസിറ്റീവായിട്ടുള്ള ഇൻഫർമേഷൻ കൊണ്ട് തുടങ്ങിയതുകൊണ്ട് തന്നെ അങ്ങനെ സകലതും ഈ ആഴ്ചകളെല്ലാം പോസിറ്റീവായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ മാസങ്ങളിൽ കുറച്ചധികം വീഡിയോ നിങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരു വിസ സ്കീമിനെ കുറിച്ച്. അതായത് ഓസ്ട്രേലിയ 3000 വിസ. ഓക്കെ, അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടും ഡീപ്പായിട്ടും അങ്ങനെ അധികം ആൾക്കാരൊന്നും വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ കുറേ വീഡിയോ ചെയ്തു, നമ്മൾ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി. എല്ലാ പ്രാവശ്യവും നമ്മുടെ YPS ചെയ്യുന്ന പോലെ, വർക്കിംഗ് ഹോളിഡേ വിസയ്ക്ക് ചെയ്ത പോലെ അടുത്ത മെയ്ഡ്സിന് നമ്മൾ അതേപോലെ ചെയ്തായിരുന്നു. അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടി. സോ ഗൈസ്, ആദ്യമായിട്ടൊക്കെയാണെങ്കിൽ ചാനൽ ഇൻഫോർമേറ്റീവ് സബ്സ്ക്രൈബ് ചെയ്യാൻ, നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ എനേബിൾ ഷെയർ ചെയ്യാം. സോ നിങ്ങൾ നമ്മുടെ ഫോളോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ആൾക്കാർക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ. ന്യൂസും ഇൻഫർമേഷനും പുറമെ എൻ്റർടൈൻമെൻറ്റ് ഇതെല്ലാത്തിനും പുറമെ ഇതേപോലെ എല്ലാ വർഷവും YPSലേക്ക് 10-700 പേരോളം കയറി വരുന്നു. അതിൻ്റെ പുറമെ തന്നെ വർക്കിംഗ് ഹോളിഡേ വിസയിൽ കുറേയധികം ആളുകൾക്ക് വിസ വന്നു. മെയ്ഡ്സിൻ്റെ റിസൾട്ട് വന്നു. മെയ്ഡ്സിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് വരാൻ തുടങ്ങിയപ്പോൾ തൊട്ട് തന്നെ ഒരു രക്ഷയില്ലാത്ത മെസ്സേജുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം തന്നെ ഗ്രൂപ്പുകളിൽ ഏകദേശം 10-40ഓളം ആളുകൾക്ക് സെലക്ഷൻ കിട്ടി. അതിന് പുറമെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ 10 മേലെ ആളുകൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇനി റിസൾട്ട് വന്നു തുടങ്ങുന്നുള്ളൂ. ഇനി അത് കഴിയുമ്പോൾ എത്ര പേർക്ക് ഇനിയും റിസൾട്ട് വരുമെന്ന് എനിക്കറിയില്ല. റിസൾട്ട് വന്നു തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇതിനകത്ത് അപ്ലൈ ചെയ്ത കുറേയധികം ആളുകൾക്ക് പോസിറ്റീവ് റിസൾട്ട് വന്നിരിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത് നോർത്ത് ഇല്ലെങ്കിൽ ഈ പറഞ്ഞ സൗത്തിലെ മറ്റ് ഏരിയയിലെ ആളുകളൊന്നും ഇങ്ങനെ വീഡിയോ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെ ഇപ്പം തന്നെ സ്റ്റാർട്ടിങ്ങിൽ റിസൾട്ട് വരാൻ തുടങ്ങിയതിന് 40-50 പേർക്കൊക്കെ റിസൾട്ട് വരിക എന്ന് പറയുമ്പോൾ ഇനി അങ്ങോട്ട് വരുമ്പോൾ സമയത്ത് ആകെ 3000 വിസയേ ഉള്ളൂ. അതിനകത്തൊരു മിനിമം ഒരു 1000 വിസ നമ്മൾ അടിച്ച് മരുന്നാണ് എൻ്റെ ഒരു ഊഹത്തിൽ വരുന്നത്. 1000 വിസ, അതും നമ്മുടെ വീഡിയോ കണ്ട് നമ്മുടെ ഫോളോവേഴ്സിന്, സബ്സ്ക്രൈബേഴ്സിന് കിട്ടുക എന്ന് പറയുമ്പോൾ ഇനി അത് മാത്രമല്ല, റിസൾട്ട് വരുന്നതല്ല, ഇവരെ ഗൈഡ് ചെയ്യുന്നതും ഇവരെ അങ്ങോട്ട് കയറ്റി എത്തിക്കുന്നവരെ നമ്മുടെ ടീമിൽ ഒരുപാട് അംഗങ്ങളുണ്ട്. അതിനകത്ത് എസ്പെഷ്യലി മേഘയ്ക്കൊക്കെ ഒരു വലിയൊരു ബിഗ് താങ്ക്സ് ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ YPSലാണെങ്കിലും അതുപോലെ തന്നെ വർക്കിംഗ് ഹോളിഡേയ്സിനാണെങ്കിലും മെയ്ഡ്സിനാണെങ്കിലും നമ്മുടെ കൂടെ നിൽക്കുന്നതും വർക്ക് ചെയ്യുന്നതിനും വളരെ സന്തോഷം. അതേപോലെ തന്നെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഫുൾ ടൈം ഇതിനകത്ത് ആക്റ്റീവ് ആണെന്ന് പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് കറക്റ്റ് സമയത്തിന് ഇൻഫർമേഷൻസ് എത്തിച്ചു തരിക, അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക, ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക, നിങ്ങളെ പുഷ് ചെയ്യുക മാക്സിമം അപ്ലൈ ചെയ്യാനായിട്ട്. സോ അത് മാക്സിമം നമ്മുടെ സൈഡിൽ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇതേപോലുള്ള ഇൻഫർമേഷൻസ് പലരും വിശ്വസിച്ചില്ല. അതാണ് ഏറ്റവും വലിയൊരു കോമഡി. നമ്മൾ മെയ്ഡ്സ് ചെയ്തപ്പോൾ പല ഗ്രൂപ്പിലടക്കം ഇല്ലെങ്കിൽ പലരും പുച്ഛിക്കുന്നുണ്ടായിരുന്നു. ഇത്രയും കോടി ജനങ്ങൾ, അത് സെയിം YPS വരുമ്പോൾ ഉണ്ടാകുന്ന അതേ ചില ആളുകൾക്ക് ഉണ്ടാവില്ല. ലോട്ടറി ഇട്ട് എടുക്കൂല താനും, എന്നിട്ട് ലോട്ടറി അടിക്കണം എന്ന് പറഞ്ഞിട്ട് മുക്കിലിരുന്ന് മൂങ്ങുന്ന കുറേ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ. അതേപോലെ കുറേ എണ്ണത്തിന് നമ്മൾ കണ്ടായിരുന്നു. അത് എല്ലാ വിസകൾ വരുമ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. അവർ അപ്ലൈ ചെയ്യില്ല, പക്ഷേ എന്താണെന്ന് പറഞ്ഞാൽ എത്തി നോക്കും. ഇതൊക്കെ നമുക്ക് കിട്ടോടെ എന്നുള്ളത് കണ്ടിട്ട് പോവുകയും ചെയ്യട്ടാ. പിന്നെ കുറേ ആൾക്കാർ IELTS ഒക്കെ എടുക്കണമല്ലോ എന്നുള്ള മടുപ്പിലും എടുക്കാതിരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. എന്തായാലും കൊള്ളാടെ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ മാറി നിന്നുകൊണ്ട് കുറച്ച് കഴിവുള്ള പിള്ളേർക്ക് ഇല്ലെങ്കിൽ ആഗ്രഹമുള്ള പിള്ളേർക്ക് വഴി ഒരുക്കി കൊടുത്തതിന് വളരെ സന്തോഷം. നിങ്ങൾക്ക് നന്ദിയുണ്ട് പിള്ളേച്ചാ, നന്ദിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മെയ്ഡ്സ് റിസൾട്ട് വന്നിരിക്കുന്നു. ഇനി പോകും തോറും എൻ്റെ ഒരു എക്സ്പെക്റ്റേഷനിൽ ഒരു 1000 പേർക്കെങ്കിലും കിട്ടും എന്നുള്ളതാണ്. നമുക്ക് നോക്കാൻ വരുന്ന സമയങ്ങൾ എങ്ങനെയാണ് അപ്ഡേറ്റുകൾ വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഇനി ഇതിൻ്റെ എലിജിബിലിറ്റി കാര്യങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എലിജിബിലിറ്റി ഉള്ളവരാണ് അപ്ലൈ ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. എലിജിബിലിറ്റി ഇല്ലാത്തവർ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി ഗൈസ്, എനിക്ക് അറിഞ്ഞൂടാ അവർക്ക് പോകാൻ പറ്റുമെന്നുള്ളത്. കാരണം ഇത് ഞാൻ എൻ്റെ ഡീറ്റെയിൽ പറഞ്ഞുതരാം. നമുക്കൊരു ഫെബ്രുവരി 7-ാം തീയതിയാണ് അവസാന ഡേറ്റ് നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ് ഫോർ മെയ്ഡ്സ് അപ്ലിക്കേഷൻ, വിസ അപ്ലിക്കേഷന് വേണ്ട ഡോക്യുമെൻറ്റ്സ് ഒന്ന് ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ്സിൽ തന്നെ നിങ്ങൾക്ക് പാസ്പോർട്ട് വേണം, പാൻ കാർഡും വേണം. പാൻ കാർഡ് ഉണ്ടാവും നിങ്ങൾക്ക്, ഇല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാം, ഒരാഴ്ച കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അത് ഉണ്ടാക്കാൻ പറ്റും. എഡ്യൂക്കേഷണൽ ഡോക്യുമെൻറ്റ്സ്, ഡിഗ്രി PG സർട്ടിഫിക്കറ്റ്, അതിൻ്റെ ട്രാൻസ്ക്രിപ്റ്റ്സ് വേണം, ഗ്രേഡ് ഷീറ്റ്സ് വേണം, കൺസോളിഡേറ്റഡ് മാർക്ക് ഷീറ്റ്സ് വേണം. പിന്നെ ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും, അവിടെ പോയി മേടിച്ചാൽ മതി. പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ്, IELTS ആണെങ്കിൽ ഓവറോൾ സ്കോർ 6 വിത്ത് മിനിമം ഓഫ് 5 ഇൻ ഈച്ച് മോഡ്യൂൾസ് വേണം. അതല്ലെങ്കിൽ OET മിനിമം ഗ്രേഡ്
സി വേണം ഈച്ച് മോഡ്യൂൾസിന്. ഇനിയിപ്പോൾ ടോഫിൽസ് ആണെങ്കിൽ ഓവറോൾ 64 വേണം വിത്ത് മിനിമം ഓഫ് 4 in ലിസണിങ് ആൻഡ് റീഡിങ് ആൻഡ് 14 in സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ് ഇതിനകത്ത് വേണം കേട്ടോ. പിന്നെ PT ഓവറോൾ സ്കോർ 50 ആണെങ്കിലും എടുക്കാൻ പറ്റും. പിന്നെ C1 ടെസ്റ്റ് വേണം. അത് മീൻസ് ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് മതി കേട്ടോ, എല്ലാം വേണം. പിന്നെ ഫിനാൻഷ്യൽ സപ്പോർട്ട് അത് ഞാൻ പറഞ്ഞുതരാം. അതിനുശേഷം പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. നിങ്ങൾ ഏത് രാജ്യത്താണോ അവിടെ 12 മാസത്തിന് മേലെ താമസിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എടുക്കണം. അത് ഏത് രാജ്യത്താണെങ്കിലും, UK ദുബായിലാണെങ്കിൽ ഒരുപാട് UK പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേർക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്തിനാടെ അപ്ലൈ ചെയ്ത് എന്നാലും കുഴപ്പമില്ല, വെക്കോ എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുള്ളൂ. പിന്നെ ഇമ്പോർട്ടൻറ്റ് ഡെഡ് ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 7th February 2025 നമ്മൾ അപ്ലൈ ചെയ്തിരിക്കണം കേട്ടോ. ഇതാണ് ഇപ്പോഴത്തെ എലിജിബിലിറ്റി കാര്യങ്ങൾ കേട്ടോ. പിന്നെ മറ്റൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് അതിന് ഏകദേശം 5000 ഓസ്ട്രേലിയൻ ഡോളറാണ് നിങ്ങളുടെ അക്കൗണ്ടിൽ കീപ്പ് ചെയ്യണം. അതൊരു 3 മാസം മുമ്പ് കീപ്പ് ചെയ്യണം. പക്ഷേ അത് February 7 അപ്ലൈ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്, 3 മാസം മുമ്പ് കീപ്പ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഇത് എങ്ങനെ പിള്ളേച്ചാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒരിക്കലും അവരുടെ ഏത് വെബ്സൈറ്റിനകത്തും ഇത് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടിട്ടില്ല ഫിനാൻഷ്യൽ സപ്പോർട്ട്. പക്ഷേ ഇത് ഈ അടുത്തെങ്ങാണ്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള സംഭവമാണ്. അത് എങ്ങനെയാണ് ഒരു സംഭവം എന്നുള്ള കാര്യം നോക്കിയിട്ടൊന്നും കിട്ടുന്നില്ല. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ ഒരു 3 മാസം പഴക്കം ചെന്നാൽ ഒരു 5000 ഓസ്ട്രേലിയൻ ഡോളർ നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണം. അത് ഏകദേശം ഒരു 3 ലക്ഷത്തിന് താഴെ 2,66,000 സംതിങ് അത് ഫ്ലക്ച്വേഷൻ വരും അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരു 2,80,000 3 ലക്ഷം ഒക്കെ ഉണ്ടെങ്കിൽ യെസ് നിങ്ങളത് സഫീഷ്യൻ്റ് ആണ്. ഓക്കെ, അതില്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെയോ പാരൻസിൻ്റെയോ ആരുടെയെങ്കിലും അക്കൗണ്ട്സിൽ ഉണ്ടായാലും മതി. ഓക്കെ, പിന്നെ ഫിനാൻഷ്യൽ സപ്പോർട്ട് ഫ്രം ദ ഗവൺമെൻറ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നോക്കാം. അതല്ലെങ്കിൽ ലോണ്, ഓക്കെ, ലോൺ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ലോണിൻ്റെ കാര്യം ഇപ്പോൾ പലർക്കും ഫണ്ട് ഇല്ലാത്തവർ നമ്മളൊരു കാര്യം ചെയ്യട്ടെ, നമ്മൾ ടീമോട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അറിഞ്ഞൂടാ ലോൺ കിട്ടുമോ കിട്ടില്ല എന്നുള്ളത്, ബട്ട് നമുക്ക് ട്രൈ ചെയ്യാം. ഒരു 3 lakhs ഒരു ലോൺ ഉണ്ടെങ്കിലും ലോണിൻ്റെ പേപ്പേഴ്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റും. അതിനുള്ള ഒരു പരിപാടി നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ ആഹ്വാനം ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക, എല്ലാവർക്കും സെലക്ഷൻ കിട്ടി, ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ നടക്കട്ടെ എന്നുള്ള കാര്യത്തിൽ നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, പിന്നെ വിസ ഫയലിംഗ് അസിസ്റ്റൻസ് കാര്യങ്ങളെല്ലാം നമ്മുടെ മേഘനയും കാര്യങ്ങളും കോൺടാക്ട് ചെയ്താൽ മതി. പുള്ളിക്കാരി തന്നെ ചെയ്തു തരുന്നതായിരിക്കും. YPS പോലെ നമുക്ക് ഇത് ഫുള്ളായിട്ട് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കൽ വളരെ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. കാരണം എല്ലാവരും ജോലിക്ക് പോകുന്ന ആൾക്കാരും കാര്യങ്ങളൊക്കെയാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മളൊരാളെ ഇല്ലെങ്കിൽ ഒരു ആളെ എടുത്ത് വെക്കുമ്പോൾ തന്നെ തീർച്ചയായിട്ടും എക്സ്പെൻസ് ഉണ്ടാവും. സോ ഇത് ആദ്യമായിട്ടാണ് ഓസ്ട്രേലിയക്ക് ഇങ്ങനൊരു വിസ ഇന്ത്യക്കാർക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മുന്നിൽ പോയി പരിചയമുള്ള ആളുകളെ നിങ്ങൾക്ക് കാണാനും സാധിക്കില്ല. അപ്പോൾ വർക്കിംഗ് ഹോളിഡേ വിസയുടെ കേസിലാണെങ്കിലും മെയ്ഡ്സിൻ്റെ കേസിലാണെങ്കിലും നമുക്ക് ഇതിനകത്തൊക്കെ അസിസ്റ്റ് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. ഒരു ബേസിക് സപ്പോർട്ടേ നമുക്ക് തരാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വിസ ഫയൽ ചെയ്ത് വിസ എടുത്ത് തരുന്നവരുള്ള സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അതിന് ശേഷം അവിടെ ചെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഞങ്ങൾ ഓസ്ട്രേലിയയിലെ പലരെയും കോൺടാക്ട് ചെയ്യാനായിട്ട് ഇൻഫ്ലുവൻസർ സഹിതം പലരെയും കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് റെസ്പോൺസില്ല. അതിനിപ്പോൾ ചില രാജ്യങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ മലയാളികൾ അങ്ങനെയാണ്, പോയി കഴിഞ്ഞാൽ പോക്കുണ്ടാവും, പിന്നെ തിരിഞ്ഞു നോക്കുന്ന പരിപാടികളുണ്ടാവില്ല. സോ നമ്മുടെ പിള്ളേർ പോകുമ്പോൾ അതിലൊരു മാറ്റം വേണം. അടുത്ത മെയ്ഡ്സിനോ വർക്കിംഗ് ഹോളിഡേ വിസയ്ക്ക് വരുമ്പോൾ സഹായിക്കാനായിട്ട് നിങ്ങളവിടെ ഉണ്ടാവണം. ഞങ്ങളും ഇതിനകത്ത് കുറച്ച് നിസ്സഹായരാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ലിമിറ്റ് ഉണ്ട് നമുക്കതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നതിന്. കാരണം നമുക്ക് അവിടെ വലിയ സപ്പോർട്ട് ടീംസ് കാര്യങ്ങൾ അവിടെ ഇല്ല. ഓസ്ട്രേലിയയിലുള്ള ആൾക്കാരെ കോൺടാക്ട് ചെയ്യുമ്പോൾ ചിലർ മൈൻഡ് പോലും ചെയ്യുന്നില്ല. സോ ഗൈസ്, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞങ്ങൾ DM ചെയ്യാം, ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങളുടെ അസിസ്റ്റൻസ് ഓസ്ട്രേലിയയിലുള്ളവരുടെ അസിസ്റ്റൻസും ഞങ്ങൾക്ക് വേണം. അങ്ങനെ അസിസ്റ്റൻസ് തരുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരുപാട് മെയ്ഡ്സ് കിട്ടിയവരും വർക്കിംഗ് ഹോളിഡേ വിസ കിട്ടിയവരും ഈ അടുത്ത് അങ്ങോട്ട് കയറി വരുന്നുണ്ട്. വലിയൊരു സഹായമാവും. ഓക്കെ, സോ മെയ്ഡ്സ് കിട്ടിയവർക്ക് അപ്ലൈ ചെയ്തവർക്ക് ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. ഇനി അടുത്ത കലാപരിപാടി നമ്മുടെ യങ് പ്രൊഫഷണൽ സ്കീമാണ്. സോ ഗായ്സ്, നമുക്ക് വെയിറ്റ് ചെയ്യാം. പുതിയ അപ്ഡേറ്റ്സിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഒരിക്കലും പാഴാവില്ല നിങ്ങളുടെ വിശ്വാസം. കാണാം, ബൈ.